നമ്മുടെ ഇൻഹരിഹറിലെ ജഗതിയുടെ അവസ്ഥയായിരിക്കും. പൊങ്കലാണ് കേട്ടോ, ഇത് പ്രസാദമായിട്ട് ഇവിടുന്ന് കിട്ടിയതാണേ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗ്രീനാസ്ലോ. ഞാൻ നിങ്ങളുടെ സ്വന്തം ഗ്രീന. നമ്മൾ അങ്ങനെ ലൈറ്റ് ഹൗസിന്റെ ബീച്ചിന്റെ അടുത്തുള്ള ലൈറ്റ് ഹൗസിന്റെ അടുത്തേക്കാണ് വന്നേക്കുന്നത്. ഇവിടെ ക്യൂ ഉണ്ട്. അപ്പോൾ ക്യൂ പാലിച്ചിട്ട് നമുക്ക് ലൈറ്റ് ഹൗസിന്റെ മുകളിൽ പോയിട്ട് ചെന്നൈ നഗരം മൊത്തം കാണാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ നടന്നാണ് വന്നത്. നല്ല ക്ഷീണമുണ്ട്. ഇനി മുകളിൽ എത്ര സ്റ്റെപ്പ് കയറണം, അത് ലിഫ്റ്റ് ഉണ്ടെന്ന് അറിയില്ല. നമുക്ക് എന്തായാലും നോക്കാം. സോ ഇതാ നമ്മളങ്ങനെ ലൈറ്റ് ഹൗസിൻ്റെ മുകളിലത്തേക്കാണ് കേട്ടോ. ഇവിടെ നിന്ന് നല്ല രസമുണ്ട്. സീയും പിന്നെ ടൗണും ഒക്കെ കാണാവുന്നതാണ്. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഈ ഒരു ലൈറ്റ് ഹൗസ് എന്ന് പറയുന്നത് 1978 മുതലാണ് ഫംഗ്ഷനായി തുടങ്ങിയത്. ഇപ്പോൾ ഈ കറക്റ്റ് നമ്മൾ നിൽക്കുന്ന ലൈറ്റ് ഹൗസ് പറയുന്നത്. നമുക്ക് ബാക്കി വെച്ച് കാണാം. ഇത് അമ്മ ഫുള്ള് ഫോട്ടോ എടുപ്പിലൊക്കെയാണ് കേട്ടോ. നമ്മൾ ലൈറ്റ് ഹൗസ് കണ്ടിട്ട് പോകുന്നുണ്ടോ താഴേക്ക്. നല്ല തിരക്കായത്. ഇപ്പോഴത്തേക്കും ഒക്കെ ഭയങ്കര ക്യൂ ആണ്. നമ്മൾ എന്തായാലും കറക്റ്റ് സമയത്ത് വന്നേ. അവിടെ അധികം ക്യൂ ആയില്ല. നമുക്ക് എല്ലാം പറക്കുന്നു. പിന്നെ ഉണ്ടല്ലോ ഒരു സംഭവം ഉണ്ടായി. നമ്മുടെ ഇൻഹരിഹറിലെ ജഗതിയുടെ അവസ്ഥയായിരിക്കും. കാക്ക പടി വെച്ചിച്ചു. എൻ്റെ തലയിൽ ഇതൊക്കെ ആയി. ഒരു കഴി കളഞ്ഞിട്ട് വന്നിട്ട് നിൽപ്പാണ് നിങ്ങൾ കാണുന്നത്. ഇനി നമുക്ക് മറീന ബീച്ചിലേക്ക് പോകാം. ആ ഒരു വശത്തേക്ക് പോകാം. സോ ലെറ്റ്സ് ഗോ. ബീച്ചിലുണ്ടല്ലോ ഫുഡ് ഫെസ്റ്റ് നടക്കാണ്. എന്തോരം ജനാന്ന് നോക്ക്. ബീച്ചിന്റെ സൈഡിൽ കൂടെ നടന്നതാണ്. ഇവിടെ എത്തിയിട്ടാണ്. അപ്പൊ എന്റെ പുറകിലുള്ളത് ജയലളിതയുടെയും അതുപോലെ തന്നെ HGRന്റെയും മെട്രോയിലാണ് കേട്ടോ. അപ്പൊ നമുക്ക് പോയി കാണാം. ഇത് MGRനെ അടക്കിയേക്കുന്നതാണ് കേട്ടോ.
നമ്മളങ്ങനെ മെമ്മോറിയലും കണ്ടു കേട്ടോ. അപ്പം ഇനി നമ്മൾ നേരെ റൂമിലേക്ക് പോവാണ്. നല്ല ടയർഡായി, ഷവറൊക്കെ ചെയ്തൊന്ന് കിടന്നുറങ്ങണം. അത് നാളെ എണീറ്റ് നമ്മൾ ശരിക്കും ചെന്നൈ ഫുള്ളായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും. ഇതെന്ന് പറയുന്നത് നമ്മൾ എന്താ പറയുക, ചെന്നൈയുടെ നമ്മുടെ സ്റ്റേയുടെ 2 കിലോമീറ്റർ ആ ഒരു ചുറ്റളവിൽ മാത്രമാണ് ഇന്ന് പോയുള്ളൂ. നാളെ എന്ന് പറയുന്നത് കുറച്ചും കൂടെ മാറിയിട്ടുള്ള സ്ഥലങ്ങളിലുള്ള കാര്യങ്ങൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അതാ നമ്മുടെ 2ാമത്തെ ദിവസമാണ് ചെന്നൈയിൽ. ഇന്ന് നമ്മൾ വണ്ടി എന്താ പറയുക വിളിച്ചിട്ടാണ് പോകുന്നത്. നമ്മളെന്തായാലും കാറും കൊണ്ട് പോകുന്നത്, നമ്മുടെ ഗീയും കൊണ്ട്. അപ്പം എങ്ങോട്ടാണെന്ന് പറഞ്ഞ പോലെ തന്നെ അറിയത്തില്ല. നമുക്ക് ഓൺ ദ വേയിൽ ഫൈൻഡ് ഔട്ട് ചെയ്യാം അല്ലേ. ഇതാണ് കേട്ടോ നമ്മുടെ വണ്ടി. കേരളത്തിൽ ചെയ്യേണ്ടായിരുന്നു. ഇവരിവിടെ ഇങ്ങനെ കുടുങ്ങിയിട്ട് താമസിച്ചവരാണ്. അവർക്ക് വേണ്ടി ഫ്ലാറ്റ് അങ്ങോട്ട് കൊടുത്തു. അവരെല്ലാം സുനാമി നമ്മളങ്ങനെ ട്രാവൽ ചെയ്ത് അഷ്ടലക്ഷ്മി ടെമ്പിളിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്. ഇവിടെ ആണെങ്കിൽ മൊത്തം റിസർവേഷനാണ് കേട്ടോ. നമുക്കങ്ങനെ കാണാൻ മാത്രം ഒന്നില്ല, കാരണം റിസർവേഷനാണല്ലോ. അപ്പോൾ അങ്ങനെ ഈ അഷ്ടലക്ഷ്മി ടെമ്പിൾ എന്ന് പറയുന്നത് ഗോഡസ് ലക്ഷ്മിക്ക് വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളത്. ലക്ഷ്മി ദേവിയുടെ 8 ഫോംസ് ഉണ്ടല്ലോ, ആ 8 ഫോംസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു അഷ്ടലക്ഷ്മി ടെമ്പിൾ ഡെഡിക്കേറ്റ് ചെയ്ത് വെച്ചത്. അല്ലെങ്കിൽ ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ അഷ്ടലക്ഷ്മിയാണ്. കണ്ടോ, മുഴുവനും മെയിൻ്റനൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ദേവിക്ക് സമർപ്പിക്കാനുള്ള കാഴ്ചയാണ് കേട്ടോ. നമ്മളങ്ങനെ അഷ്ടലക്ഷ്മി ടെമ്പിൾ കണ്ടിട്ട് എസ്കോ ടെമ്പിളിലേക്ക് പോവാണ്. ഈ ചേട്ടനാണ് കേട്ടോ നമ്മളെ കണ്ട എല്ലാ സ്ഥലങ്ങളും കാണിക്കുന്നത്. ചേട്ടൻ വരുമ്പോൾ ഓക്കെ. സോ നമുക്കിനി ഇസ്കോ ടെമ്പിളിൽ കാണാൻ പോവാം. നമ്മളങ്ങനെ അഷ്ടലക്ഷ്മി ടെമ്പിളൊക്കെ കണ്ടിട്ട് നേരെ ഇസ്കോ ടെമ്പിൾ കാണാൻ വന്നേക്കാണ്. എൻ്റെ പുറകിൽ ഈ കാണുന്നതാണ് കേട്ടോ ഇസ്കോ ടെമ്പിൾ. അപ്പോൾ നമുക്ക് അകത്തേക്ക് ക്യാമറ അലൗഡ് ആണോ എന്ന് എനിക്കറിയത്തില്ല, ആണെങ്കിൽ നമുക്ക് അകത്ത് പോയിട്ട് കാണാം. പൊങ്കലാണ് കേട്ടോ. ഇത് പ്രസാദമായിട്ട് ഇവിടുന്ന് കിട്ടിയതാണേ. നല്ല രുചിയുണ്ട് അല്ലേ, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊക്ക് ഇഷ്ടമായി. നമ്മൾ അങ്ങനെ ഇസ്കോ ടെമ്പിൾ അകത്ത് കയറി കണ്ടു. പക്ഷെ അവിടെ ക്യാമറ അലൗഡ് അല്ല, അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഇസ്കോ ടെമ്പിൾ എന്ന് പറയുന്നത് കൃഷ്ണനും ബലരാമനും രാധയൊക്കെയാണ് പ്രതിഷ്ഠ. ഈ ഒരു ഇസ്കോ ടെമ്പിൾ ഇൻ്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നെസ് ആണ്. അപ്പം ഈ ഒരു അല്ലെങ്കിൽ ഇതായിട്ട് പറയുകയാണെങ്കിൽ കൃഷ്ണ മൂവ്മെൻറ്റിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ടെമ്പിളാണ് നമ്മുടെ ഈ പുറകിൽ കാണുന്ന ഇസ്കോ ടെമ്പിൾ. ഈ ഒരു ടെമ്പിളിൻ്റെ എന്താ പറയുക നടത്തുന്നതെന്ന് പറയുന്നത് ഗാന്ധിയൻ വൈഷ്ണവ റിലീജിയസ് ഓർഗനൈസേഷനാണ്. അപ്പോൾ ഈ ഒരു ടെമ്പിൾ പണി കഴിപ്പിച്ചത് 2012 കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. നല്ല രസമൊക്കെ ഉണ്ട്, പക്ഷെ ഷൂട്ട് ചെയ്യാൻ എന്തായാലും പറ്റിയില്ല. അപ്പോൾ നമുക്കിനി അടുത്ത സ്ഥലത്തേക്ക് പോകാം. നമ്മളങ്ങനെ ഇസ്കോ ടെമ്പിളൊക്കെ കണ്ടിട്ട് നേരെ മറൈൻ വേൾഡും സ്നോ വേൾഡും ഒക്കെ ഉള്ള സ്ഥലത്തേക്ക് വന്നേക്കാണ്. അപ്പം ഇവിടെ എന്ന് പറയുന്നത് ഇപ്പം സ്നോ വേൾഡിൽ പോവുകയാണെങ്കിൽ ഒരാൾക്ക് 700, അതുപോലെ തന്നെ മെറൈൻ വേൾഡിലും 700 അപ്പോൾ 2 ഇതിന് പോവാതെ ഞങ്ങൾ ഒരെണ്ണത്തിന് പോകാൻ വിചാരിച്ചു. മെറൈൻ വേൾഡിലേക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സ്നോ വേൾഡ് സ്കിപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ നമുക്കിനി മെറൈൻ വേൾഡിൻ്റെ കാഴ്ച കാണാം. സ്നോ കിങ്ങാണ് കേട്ടോ.
ഉണ്ട്. ബ്ലാക്കോ ബ്ലാക്കോ ഇവിടെ. Oh my god. ഞാൻ എവിടെയാണത്? നമ്മളിതാ അണ്ടർ വാട്ടർ ടണലിലാണുള്ളത്. അപ്പോൾ ഇവിടെ ചെന്നൈയിൽ മെറൈൻ വേൾഡിനകത്ത് അല്ലെങ്കിൽ മെറൈൻ കിണറ്റിനകത്ത് ഈ ഒരു സംഭവമുണ്ട്. അപ്പോൾ എന്തായാലും ചെക്ക് ചെയ്യാൻ മറക്കണം നിങ്ങൾ വരുമ്പോൾ കേട്ടോ. നല്ല ഭംഗിയുണ്ട്. Oh, what joy to see you last. Long I have traveled near to bring you news of hope and joy. നമ്മളങ്ങനെ മെറൈൻ വേൾഡ് കണ്ടു കഴിഞ്ഞിട്ടു. നല്ല അടിപൊളിയായിരുന്നു, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് അണ്ടർ വാട്ടർ എന്താ പറയുക ടണലൊക്കെ കാണുന്നത്. അപ്പോൾ എനിക്ക് ഇഷ്ടമെങ്കിലും മെർമെയ്ഡിനെ കാണാൻ പറ്റി. അപ്പോൾ എല്ലാം കൊണ്ടും നല്ലതായിരുന്നു. അപ്പോൾ എന്തായാലും ചെന്നൈ വരാണ് വിസിറ്റ് ചെയ്യുക. സോ നമുക്കിനി അടുത്ത സ്പോട്ടിലേക്ക് പോകാം. നമ്മളങ്ങനെ മെറൈൻ വേൾഡിൽ നിന്നൊക്കെ വന്നിട്ട് ഇതാ വേളാങ്കണ്ണി ഷ്രൈനിൻ്റെ അവിടെയാണ് കേട്ടോ. എൻ്റെ പുറകിൽ കാണുന്നത് വേളാങ്കണ്ണി ഷ്രൈനാണ്. അപ്പോൾ നമുക്ക് അകത്തേക്ക് പോയി നോക്കാം. ഞങ്ങൾക്ക് അകത്തേക്ക് കയറാൻ കഴിഞ്ഞില്ല, കാരണം വള്ളി അടച്ചിട്ടേക്കുമായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാം കേട്ടോ. അങ്ങനെ വേളാങ്കണ്ണി ഷ്രൈനൊക്കെ കണ്ടിട്ട് ഫുഡൊക്കെ കഴിച്ചതാ സെൻറ് തോമസ് മൗണ്ടിലാണ് കേട്ടോ ഉള്ളത്. എൻ്റെ പുറകിൽ കാണുന്നത് സെൻറ് തോമസ് മൗണ്ടും പള്ളിയൊക്കെയാണ്. പക്ഷേ ഇവിടെ റിനോവേഷനൊക്കെ നടക്കുന്നത് കൊണ്ട് നമുക്ക് ക്ലിയർ ആയിട്ടൊന്നും കാണുന്നില്ല. അപ്പോൾ ഈ ഒരു സെൻറ് തോമസ് മൗണ്ട് എന്ന് വെച്ചാൽ ഇവിടെയാണ് തോമാസ് ലീഹ, അതായത് കർത്താവിൻ്റെ ശിഷ്യനായിട്ടുള്ള തോമാസ് ലീഹ ഇവിടെ വെച്ചിട്ടാണ് ഭടന്മാരാൽ കുത്തപ്പെട്ട് മരിക്കപ്പെട്ടത്. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകതയുള്ളൊരു സ്ഥലമാണിത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ച കാണാം. ഇതാണ് കേട്ടോ 15ാം നൂറ്റാണ്ടിലുണ്ടായിരുന്ന പള്ളി. നമ്മളങ്ങനെ സെയിൻറ്റ്
സെൻറ്റ് തോമസ് മൗണ്ട് കണ്ടു കേട്ടോ. ഇനി നമ്മളൊരു ഫോർട്ട് കാണാനാണ് പോകുന്നത്. ആ ഫോർട്ട് നമുക്ക് അകത്ത് കയറാൻ പറ്റില്ലെന്നാണ് നമ്മളിങ്ങനെ കൊണ്ട് ആക്കിയ ചേട്ടൻ പറഞ്ഞത്. പക്ഷെ നമുക്ക് നോക്കാം, പുറത്തുനിന്നാണെങ്കിൽ പുറത്തുനിന്ന് കണ്ടിട്ട് പോകാം. അങ്ങനെ ഒരു 5 മണി 5:30 ആയപ്പോഴത്തേക്കും എന്താ നമ്മൾ റൂമിലെത്തിയിട്ടോ. ആ ഒരു ഫോട്ടോ നമുക്ക് എടുക്കാനോ കാണാനോ പറ്റിയില്ല, കാരണം അതിപ്പോൾ സെക്രട്ടേറിയറ്റ് ആക്കി മാറ്റിയേക്കാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഫോട്ടോയിലേക്ക് കയറാനോ ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല. ഞങ്ങൾ ജസ്റ്റ് വന്നപ്പം കാറിലിരുന്ന് കണ്ടേ ഉള്ളൂ. അപ്പം അങ്ങനെ ഇന്നത്തെ ഐറ്റിനറി ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. ഇന്നത്തെ എല്ലാം നമ്മുടെ ചെന്നൈ ട്രിപ്പിൻ്റെ മൊത്തം ഐറ്റിനറി നമ്മൾ കംപ്ലീറ്റ് ആക്കുകയാണ് ഇന്ന്. നാളെ നമ്മൾ രാവിലെ വെളുപ്പിന് എണീറ്റ് തന്നെ നാട്ടിലേക്ക് പോകും. സോ ഓൾറെഡി നമ്മളിങ്ങ് വന്നത് എങ്ങനെയാണെന്നും ട്രാവലും ഒക്കെ കണ്ടതാണല്ലോ. പിന്നെ മിക്കവാറും നാളെ ഒന്നും എടുക്കുന്നുണ്ടാവില്ല. അപ്പം എന്താണ്, എനിക്ക് ഒരു ചെന്നൈ ട്രിപ്പ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. അപ്പം പുതിയൊരു വീഡിയോ ഞാൻ വരുന്നതിലേക്ക് ടാറ്റാ, സീ യു.